നമസ്കാരം. തോരണയുദ്ധം കഥകളിയുടെ ആസ്വാദകർക്കായുള്ള വിവരണത്തിൻ്റെ രണ്ടാം ഭാഗമാണിത്. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ വളരെ സാങ്കേതികമായിട്ടുള്ള ഒരു വിവരണമല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ചൊരു സാധാരണ ആസ്വാദകന് തോരണയുദ്ധം കഥകളി കാണുമ്പോൾ എന്താണ് അതിൽ നടക്കുന്നത് എന്നുള്ളത് അറിഞ്ഞ് ആസ്വദിക്കാൻ വേണ്ട തരത്തിലുള്ള ഒരു വിശദീകരണം മാത്രമാണ് ഈ വീഡിയോയിൽ നൽകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ തോരണയുദ്ധത്തിൻ്റെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ, അത് ഏത് മൂലകഥ ഇവിടെ നിന്നാണ് വരുന്നത്, അതിൻ്റെ കൂടിയാട്ടവുമായിട്ടുള്ള ബന്ധം, അതോടൊപ്പം തന്നെ ആട്ടക്കഥയിൽ രംഗങ്ങൾ, ആ രംഗങ്ങളിൽ ഓരോ രംഗത്തും എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ള സാമാന്യമായിട്ടുള്ളതും വളരെ ഒരു ഹൈ ലെവലിലുള്ള വിവരണമാണ് കഴിഞ്ഞ വീഡിയോയിൽ നൽകിയത്. ഇന്ന് നമ്മൾ നിലവിൽ പതിവുള്ള ഭാഗത്തിൻ്റെ ആദ്യത്തെ രണ്ട് രംഗങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു വിശദീകരണം അല്ലെങ്കിൽ ഒരു വിവരണമാണ് ഇന്ന് നൽകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ സീതാന്വേഷണത്തിനായിട്ട് വാനരന്മാർ 4 വിഭാഗങ്ങളായി തിരിഞ്ഞ് 4 ദിക്കിലേക്കും പോവുകയും അങ്ങനെ തെക്കൻ ദിക്കിലേക്ക് വന്ന, ദക്ഷിണ ഭാഗത്തേക്ക് വന്ന കൂട്ടത്തിൽ ജാംബവാനും അംഗദനും അതുപോലെ തന്നെ ഹനുമാനും ഒക്കെയുള്ള ഒരു കൂട്ടരാണ് തെക്കൻ ദിക്കിലേക്ക് വന്നത്. അതിൽ ഹനുമാനെ ശ്രീരാമസ്വാമി പ്രത്യേകം വിളിച്ച് തൻ്റെ കയ്യിൽ നിന്ന് അത്ഭുതാങ്കുലിയം, സീതയെ കണ്ടെത്തുകയാണെങ്കിൽ അടയാളമായി കൊടുക്കുവാൻ വേണ്ടിയിട്ട് അത്ഭുതാങ്കുലിയം ഹനുമാന് നൽകുകയുണ്ടായി. അങ്ങനെ ആ അത്ഭുതാങ്കുലിയവുമായി തെക്കൻ ഭാഗത്തേക്ക് പോയ ഈ വാനരന്മാർ എവിടെയാണ് സീത എന്ന് കണ്ടെത്താനാവാതെ കുറേ അലഞ്ഞതിന് ശേഷം ജടായുവിൻ്റെ സഹോദരനായ സമ്പാദിയെ കാണുകയും രാവണൻ സീതയെ ലങ്കയിലേക്ക് തട്ടിക്കൊണ്ടുപോയി എന്നുള്ള വിവരം സമ്പാദിയിൽ നിന്നറിഞ്ഞ് അവിടെ പോയി അന്വേഷിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ തീരുമാനിച്ച് ആര് പോകും എന്നുള്ള ഒരു ചർച്ച വന്നപ്പോൾ അതിന് ഏറ്റവും പ്രാപ്തൻ ഹനുമാനാണ് എന്ന് കണ്ട് ജാംബവാൻ ഹനുമാനെ അതിനുവേണ്ടി നിർബന്ധിക്കുകയും അങ്ങനെ ജാംബവാൻ്റെയും മറ്റു വാനരന്മാരുടെയും നിർബന്ധത്തിന് വഴങ്ങി മഹേന്ദ്ര പർവ്വതത്തിൻ്റെ കൊടുമുടിയിൽ കയറി നിന്നുകൊണ്ട് ലങ്കയിലേക്ക് ചാടുവാൻ തയ്യാറാകുന്ന ഹനുമാനെയാണ് ഈ രംഗത്തിൽ നമ്മൾ കാണുന്നത്. അങ്ങനെ ലങ്കയിലേക്ക് ചാടുവാൻ തയ്യാറായി നിൽക്കുന്ന ഹനുമാൻ്റെ തിരനോക്കോടുകൂടിയാണ് ഈ രംഗം ആരംഭിക്കുന്നത്. ഇവിടെ ഒരു പ്രത്യേകത, നമ്മൾ പ്രധാനമായിട്ടും ഹനുമാൻ പ്രധാന കഥാപാത്രമായിട്ട് വരുന്ന 3 ആട്ടക്കഥകളാണുള്ളത്. മറ്റ് പല ആട്ടക്കഥകളിലും ചെറിയ ഭാഗങ്ങളിൽ, ഉത്തരാസ്വയംവരത്തിലൊക്കെ ഹനുമാൻ ചെറിയ ഒരു കഥാപാത്രമായിട്ട് വരുന്നുണ്ടെങ്കിലും പ്രധാനമായിട്ടും 3 എണ്ണമാണുള്ളത്. ഒന്ന് തോരണയുദ്ധം, മറ്റൊന്ന് കല്യാണസൗഗന്ധികം, ഇനിയൊന്ന് ലവണാസുരവധം. ഈ 3 ആട്ടക്കഥകളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹനുമാൻ ഏറ്റവും പ്രസരിപ്പോടുകൂടിയും ഏറ്റവും ഊർജ്ജസ്വലനുമായി കാണപ്പെടുന്ന ഒരു കഥയാണ് തോരണയുദ്ധം. അതായത് യുദ്ധത്തിനു മുമ്പ് ഹനുമാൻ്റെ സർവപ്രതാപത്തോടും കൂടി നിൽക്കുന്ന, മറ്റടുത്ത് കുറവാണെന്നല്ല പറയുന്നത്, എങ്കിലും കല്യാണസൗന്ദര്യത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും അടുത്ത യുഗത്തിലേക്കെത്തി. അതുപോലെ തന്നെ ലവണാസുരവധമായാലും വളരെ പക്വതയുള്ള ഹനുമാനെയാണ് നമ്മളിവിടെ കാണുന്നതെങ്കിൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഹനുമാനെയാണ് തോരണയുദ്ധത്തിൽ കാണുന്നത്. അപ്പോൾ ഈ രംഗം തുടങ്ങുന്നത് 2 ശ്ലോകങ്ങളോടുകൂടിയാണ്. ഈ രംഗത്ത് 2 ശ്ലോകങ്ങളേ ഉള്ളൂ, പദങ്ങളൊന്നും തന്നെ ഇല്ല. അതൊരു പ്രത്യേകതയാണ്. അങ്ങനെ പലപ്പോഴും കഥകളിയിൽ നമുക്ക് അങ്ങനെ കാണാൻ കഴിയും, ശ്ലോകം മാത്രമേ ഉള്ളൂ, ബാക്കി മുഴുവൻ ആട്ടങ്ങളാണ്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ മഹേന്ദ്രപർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് ലങ്കയിലേക്ക്, ആ സമുദ്രം കടന്നു പോകുവാൻ തയ്യാറായി നിൽക്കുന്ന ഹനുമാനാണ് ഈ രംഗത്തിൻ്റെ തുടക്കത്തിൽ. ഇവിടെ ഹനുമാനെ തിരനോക്കുണ്ട്. താടിവേഷത്തിൻ്റെ എല്ലാ ചിട്ടകളോടും കൂടിയിട്ടുള്ള തിരനോക്ക്. ആ തിരനോക്കിന് ശേഷം
ഹനുമാൻ്റെ ഒരു തൻ്റേടാട്ടം പതിവുണ്ട്. ചില സമയങ്ങളിൽ ഈ തൻ്റേടാട്ടം ഒഴിവാക്കി പോകാറുമുണ്ട്. ഈ തൻ്റേടാട്ടം എന്ന് പറയുന്നത് തൻ്റെ കഥ അല്ലെങ്കിൽ തൻ്റെ ഇടം അവിടെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് തൻ്റേടാട്ടങ്ങൾ വരുന്നത്. അപ്പം അതിന് ഏറ്റവും വലിയ ഉദാഹരണം പ്രധാനമായിട്ടുള്ളത് ഉത്ഭവത്തിൽ രാവണൻ്റെ എനിക്ക് ഏറ്റവും സുഖം ഭവിച്ചു എന്ന് തുടങ്ങുന്ന, മിക്ക ഇടത്തും എനിക്ക് ഏറ്റവും സുഖം ഭവിച്ചു എന്ന് ആണ് പലപ്പോഴും തുടങ്ങുന്നത്. കഷ്ടം, എനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചുവല്ലോ എന്നും ചില ഭാഗങ്ങളിൽ തൻ്റേടാട്ടങ്ങൾ തുടങ്ങാറുണ്ട്. അത് ഇപ്പം സുഗ്രീവൻ അങ്ങനെയാണ് തുടങ്ങുന്നത്, ശിശുപാലൻ അങ്ങനെയാണ് രാജസൂയത്തിൽ തുടങ്ങുന്നത്, കഷ്ടം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഇവിടെ അതുപോലെ തന്നെ ഒരു തൻ്റേടാട്ടം അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ ആട്ടങ്ങളൊക്കെ തന്നെ ഓരോ നടൻ്റെയും ഇഷ്ടമാണ്, മനോധർമ്മമാണ്. പലപ്പോഴും ഇങ്ങനെയുള്ള കഥകളിൽ പ്രത്യേകിച്ചും കോട്ടയം കഥകളിലൊക്കെ വളരെ ചിട്ടപ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ ഉത്ഭവത്തിലൊക്കെ ചിട്ടപ്രധാനമായിട്ടുള്ള ആട്ടങ്ങളുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. കുറേയൊക്കെ ഒരു സാമാന്യ രൂപമുണ്ടെങ്കിലും കുറേയൊക്കെ സ്വാതന്ത്ര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ അവതരണ സമയത്ത് ഞാൻ ഈ പറയുന്നതിൽ നിന്ന് ചില വ്യത്യാസങ്ങൾ കണ്ടേക്കാം. എങ്കിലും പൊതുവേ ഉള്ള ഒരു സ്ട്രക്ചറാണ് പറയുന്നത്. അപ്പോൾ തിരനോക്ക് കഴിഞ്ഞാൽ പീഠത്തിലിരുന്നു കൊണ്ട് തിര താഴ്ത്തുമ്പോൾ ഒരു തൻ്റേടാട്ടം, എനിക്ക് ഏറ്റവും സുഖം ഉണ്ടായി. അതിന് കാരണമെന്ത്? എല്ലാ വാനരന്മാരെയും പല ദിക്കുകളിലേക്ക് അയച്ചപ്പോൾ മറ്റാരെയും വിളിക്കാതെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ എന്നെ മാത്രം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വിളിച്ച്, അല്ലയോ ഹനുമാൻ, സീതയെ നീ ആയിരിക്കും കണ്ടുപിടിക്കുക. അങ്ങനെ സീതയെ കണ്ടുപിടിക്കുമ്പോൾ എൻ്റെ ദൂതനാണ് എന്നറിയുവാൻ വേണ്ടി ഈ അത്ഭുതാങ്കുലീയം അവൾക്ക് നൽകണം. അപ്പോൾ അവൾക്ക് വിശ്വാസമാകും എൻ്റെ ദൂതനാണ് നീ എന്ന്. അങ്ങനെ ശ്രീരാമചന്ദ്രൻ മറ്റൊരു വാനരനും നൽകാത്ത പരിഗണന തനിക്ക് നൽകി സീതയെ കണ്ടെത്തുവാനുള്ള ദൗത്യം തന്നെ ഏൽപ്പിച്ചു. അതിനാൽ എനിക്ക് സുഖം ഭവിച്ചു. അങ്ങനെ ശ്രീരാമചന്ദ്രൻ്റെ പ്രത്യേക പ്രീതിക്ക് പാത്രമായതുകൊണ്ട് എനിക്ക് ഏറ്റവും സുഖം ഭവിച്ചു. ആട്ടെ, ഇനി സീതയെ അന്വേഷിച്ച് ഈ സമുദ്രം തരണം ചെയ്ത് പോവുക തന്നെ എന്ന് പറയുന്നിടത്ത് തൻ്റേടാട്ടം അവസാനിക്കും. അതിനുശേഷം വീണ്ടും തിരശ്ശീല ഉയർത്തി കഴിഞ്ഞാൽ പീഠത്തിൻ്റെ മുകളിൽ കയറി നിന്ന് വീണ്ടും തിര താഴ്ത്തും, തിരശ്ശീല താഴ്ത്തും. ഈ പീഠത്തിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നതിൻ്റെ എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ മഹേന്ദ്രപർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് ഈ സമുദ്രത്തെ ആദ്യം നോക്കിക്കാണുകയാണ്. അതാണ് അടുത്തതായിട്ട് വരുന്നത്. മഹേന്ദ്രപർവ്വതത്തിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് താൻ ചാടിക്കടക്കേണ്ട സമുദ്രത്തെ ഹനുമാൻ നോക്കിക്കാണുക. അപ്പോൾ ഹനുമാൻ അവിടെ പ്രധാനമായിട്ടും ആടുന്ന ആട്ടങ്ങൾ ഞാൻ വീണ്ടും പറയുകയാണ്. ഇതൊക്കെ ഓരോ നടൻ്റെയും മനോധർമ്മം അനുസരിച്ച് ചെറിയ മാറ്റങ്ങളുണ്ടാകാം, ചിലപ്പോൾ വലിയ ഉണ്ടാകാം. എങ്കിലും സാമാന്യമായി ചെയ്തു വരുന്ന ഒരു രീതിയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പീഠത്തിൻ്റെ മുകളിൽ നിന്ന് ഒറ്റക്കാലി ചവിട്ടിക്കൊണ്ട് രണ്ടു വശത്തേക്കും നോക്കി സമുദ്രത്തിൻ്റെ വലിപ്പം ആ നോട്ടത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നുകൊണ്ട് രണ്ട് ഭാഗത്തേക്കും നോക്കി, ഇതാ ഈ സമുദ്രം വളരെ മനോഹരവും അതുപോലെ തന്നെ വളരെ വലുതുമായി കാണുന്നു. വളരെ വലിയ മഹാസമുദ്രമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് സമുദ്രത്തിലെ ഓരോ കാഴ്ചകൾ കാണുന്നുണ്ട്. അതൊന്ന് തോണികൾ, മീൻ പിടിക്കുവാൻ വേണ്ടി പോകുന്ന തോണികൾ ഇതാ ഈ സമുദ്രത്തിൽ എല്ലായിടത്തും കാണുന്നു. ഇവിടെ മത്സ്യങ്ങളടക്കം പല ജീവജാലങ്ങളും ഈ സമുദ്രത്തിൽ കാണുന്നു. അങ്ങനെ അതിവിടെ മത്സ്യങ്ങൾ സമുദ്രത്തിൽ കൂടി നീന്തി നടക്കുന്നത് കാണിക്കുന്നു. അതിനുശേഷം പറയുന്നു, ഇതാ ആ വള്ളങ്ങളിലിരുന്നു കൊണ്ട് മുക്കുവന്മാർ മത്സ്യം വലയിട്ട് പിടിക്കുന്നു. അങ്ങനെ വലയെറിയുന്നതും ആ വല വലിച്ചെടുത്ത് അതിൽ നിന്ന് മത്സ്യങ്ങളെ പിടിക്കുന്നതുമായിട്ടുള്ള കാഴ്ചകളെല്ലാം അവിടെ കാണിക്കുന്നു. അങ്ങനെ ഈ സമുദ്രം വർണ്ണിച്ചതിന് ശേഷം സമുദ്രത്തെക്കുറിച്ച്, സമുദ്രം എങ്ങനെയാണ്
സമുദ്രത്തിൻ്റെ ആ ഒരു ഉഗ്രത എത്രത്തോളമാണ് എന്നൊക്കെ നമുക്ക് പറഞ്ഞു തന്നതിന് ശേഷം ഈ പീഠത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി, അതായത് സമുദ്രം തരണം ചെയ്യുവാൻ വേണ്ടി. അപ്പോൾ അവിടെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് വാനരന്മാരോട് പറയുന്നുണ്ട്, അല്ലയോ വാനരന്മാരെ, ഞാൻ സീതാദേവിയെ അന്വേഷിച്ചുകൊണ്ട് ഇതാ ലങ്കയിലേക്ക് പോവുകയാണ്. നിങ്ങൾ സമാധാനത്തോടുകൂടി ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു കൊള്ളുക, ഞാൻ എത്രയും പെട്ടെന്ന് തിരിച്ചു വരാം എന്ന് പറഞ്ഞ് ഇത് ഈ സമുദ്രത്തിൻ്റെ തരണം ചെയ്യുവാൻ വേണ്ടി ചാടുന്നു എന്നുള്ള സങ്കല്പത്തിൽ പീഠത്തിൻ്റെ മുകളിൽ നിന്ന്, നേരത്തെ പറഞ്ഞ സമുദ്രവർണ്ണന മുഴുവൻ പീഠത്തിൻ്റെ മുകളിൽ നിന്നിട്ടാണ്, അവിടെ നിന്ന് താഴേക്ക് ചാടി. അപ്പോൾ താളത്തിനൊരു വ്യത്യാസമുണ്ട്. അതിന് അടന്തവട്ടം എന്നാണ് ആ ചാടിക്കഴിഞ്ഞിട്ടുള്ള ആ ഒരു മേളത്തിൻ്റെ രീതിക്ക് പറയുന്നത്. അത് നമ്മുടെ രാക്ഷസികളുടെയൊക്കെ കരിവേഷത്തിൻ്റെ ആട്ടങ്ങളൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ അടന്തവട്ടം. ഇവിടെയും അടന്തവട്ടമാണ്, ഒരു പ്രത്യേക രീതിയാണ്. ഞാൻ എൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, അത് കേൾക്കുമ്പോൾ മനസ്സിലാവും. ചാടുന്നതോടുകൂടി ആ താളത്തിലേക്ക് മേളം മാറുന്നു. പിന്നീട് ഒരു പ്രത്യേകതരം കൊറിയോഗ്രാഫിയാണ് ഈ സമുദ്രം തരണം ചെയ്യുന്നു എന്ന് നമുക്ക് തോന്നിക്കുന്ന വിധത്തിൽ ഹനുമാൻ ചെയ്യുന്നത്. ആ കൊറിയോഗ്രാഫി അല്ലെങ്കിൽ ആ ഒരു സമുദ്രം ചരണം ചെയ്യുന്നു എന്നുള്ള ഒരു തോന്നൽ നമുക്കുണ്ടാക്കിയതിന് ശേഷം 3 കാര്യങ്ങളാണ് ശ്ലോകത്തിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ശ്ലോകത്തിൽ പറയുന്നത്. ഈ മഹേന്ദ്രപർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് ലങ്കയിലേക്ക് ചാടിയ ഹനുമാൻ 3 പേരെ ഇതിനിടയ്ക്ക് കാണുന്നുണ്ട്. 1 മൈനാകപർവ്വതം, 2 സുരസ എന്ന് പറയുന്ന ഒരു രാക്ഷസി, 3 ഛായാഗ്രഹിണി എന്ന് പറയുന്ന 3ാമത്തെ ഒരു രാക്ഷസി. ഈ ശരിക്കും സുരസ രാക്ഷസി അല്ല, രാക്ഷസ രൂപത്തിലാണ് അപ്പോഴെന്നേ ഉള്ളൂ. നാഗമാതാവാണ് സുരസ. അപ്പോൾ ഇങ്ങനെ 3 പേരെ കാണുന്നതായിട്ട് ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഈ 3 പേരെയും കാണുന്നത് ഈ ഹനുമാൻ വേഷം കെട്ടിയിരിക്കുന്നയാൾ പകർന്നാടുകയും കേട്ടാടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അവിടെ. അത് ഓരോന്നായിട്ട് ഞാൻ പറയാം. ആദ്യം കാണുന്നത് മൈനാകത്തെയാണ്. മൈനാകം ശരിക്കും പറഞ്ഞാൽ ശ്രീപാർവതിയുടെ സഹോദരനാണ്. കാരണം ഹിമവാൻ്റെയും മേനയുടെയും പുത്രനാണ് മൈനാകപർവ്വതം. അങ്ങനെ വരുമ്പോൾ ശ്രീപാർവതിയുടെ സഹോദരനായിട്ട് വരും. ഈ മൈനാകത്തിൻ്റെ പ്രത്യേകത, ഇത് ബ്രഹ്മാണ്ഡ പുരാണത്തിലാണ് ഈ പർവ്വതങ്ങളുടെ ഈ കഥ പറയുന്നത്. ഈ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പർവ്വതങ്ങൾക്ക് പണ്ട് പറക്കുവാൻ കഴിയുമായിരുന്നു. പർവ്വതങ്ങൾ പറക്കും. അപ്പോൾ ഈ പ്രശ്നം എന്താ വെച്ചാൽ, പർവ്വതങ്ങൾ പറന്ന് ഇവർ തമ്മിൽ കൂട്ടിയിടിച്ച് ഒക്കെ ലോകത്ത് ഭയങ്കരമായ നാശനഷ്ടങ്ങൾ ഉണ്ടായതോടുകൂടി ഇന്ദ്രൻ ഈ പർവ്വതങ്ങളെ നിലയ്ക്ക് നിർത്താൻ തീരുമാനിച്ചു. അങ്ങനെ ഇന്ദ്രൻ ഈ പർവ്വതങ്ങളെ ഓരോന്നിനെയായിട്ട് പിടിച്ച് അതിൻ്റെ ചിറകരിഞ്ഞ് ഭൂമിയിൽ ഓരോ സ്ഥലത്തായിട്ട് ഇരുത്തി. അങ്ങനെയാണ് എവിടെയും പറന്നു നടക്കാൻ കഴിവുണ്ടായിരുന്ന പർവ്വതങ്ങൾ പറന്നു നടക്കാനുള്ള കഴിവില്ലാതായി ഭൂമിയിൽ ഓരോരുത്തടുത്ത് ഉറച്ചു പോയത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നടന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മൈനാകത്തിൻ്റെ അടുത്ത സുഹൃത്താണ് വായു ഭഗവാൻ. അങ്ങനെ തൻ്റെ സുഹൃത്തിനെ ഇന്ദ്രനിൽ നിന്ന് രക്ഷിച്ച് വായുദേവൻ മൈനാകത്തെ പറത്തി കൊണ്ടുവന്ന് ഈ സമുദ്രത്തിൽ, ഈ ദക്ഷിണ സമുദ്രത്തിൽ ഇരുത്തി. അങ്ങനെ മൈനാകം ഇന്ദ്രൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ ഈ കാലത്തിന് ശേഷം, അതായത് ഇന്ദ്രൻ പർവ്വതങ്ങളുടെ ചിറകരിഞ്ഞതിന് ശേഷം, ചിറകുള്ള ഏകപർവ്വതം മൈനാകമായിരുന്നു. മൈനാകമാകട്ടെ ദക്ഷിണ സമുദ്രത്തിൽ അങ്ങനെ ആ വെള്ളത്തിനടിയിൽ ഒളിച്ചിരുന്നു. അന്ന് തന്നെ രക്ഷപ്പെടാൻ സഹായിച്ചത് വായു ഭഗവാനായതുകൊണ്ട് വായുദേവൻ്റെ മകനായ ഹനുമാൻ അതുവഴി പോകുമ്പോൾ അയാൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് തൻ്റെ കടമയാണെന്ന് തോന്നിയിട്ട് മൈനാകം കടലിൽ നിന്ന് ഉയർന്നു വരികയും ഹനുമാനോട് ഇവിടെ എൻ്റെ പുറത്ത് വിശ്രമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങേക്ക് പോകാം എന്ന് പറയുകയും ചെയ്തു. എന്നാൽ ഹനുമാൻ എന്നിട്ട് പറയുന്നത് എന്താണ്? ഞാൻ സ്വാമിയുടെ ഒരു ദൗത്യവുമായി പോവുകയാണ്, ശ്രീരാമചന്ദ്രൻ്റെ ഒരു ദൗത്യവുമായിട്ടാണ് ഞാനിപ്പോൾ പോകുന്നത്.
അങ്ങനെ പോകുന്ന വഴിയിൽ എനിക്ക് വിശപ്പും ദാഹവും ഒന്നും ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, ഇനി ആ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയതിന് ശേഷമേ ഞാൻ മറ്റെന്തിനെക്കുറിച്ചും, അത് ഭക്ഷണമാകട്ടെ വെള്ളമാകട്ടെ എന്തിനെക്കുറിച്ചും ഞാൻ പിന്നീടേ ആലോചിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് മൈനാകത്തെ സമാധാനിപ്പിച്ച് തിരികെ വരുമ്പോൾ ആകാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോകും. ഇത് മൈനാകം രംഗത്ത് വരുന്നില്ല. കഥകളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സങ്കേതങ്ങളിലൊന്നായിട്ടുള്ള കേട്ടാടുക എന്ന് പറയുന്ന ഒരു രീതിയാണ് ഇവിടെ. അതായത് മൈനാകം പറയുന്നതായിട്ട് കേട്ട്, എന്ത് ഞാനിവിടെ വിശ്രമിച്ചിട്ട് പോകുവാനെന്നാണോ മൈനാകം പറയുന്നത്? അത് കഴിഞ്ഞിട്ട് ഹനുമാനായിട്ട് മാറി, ഇല്ല എനിക്കങ്ങനെ ഇരിക്കാൻ കഴിയുകയില്ല, ഞാൻ സ്വാമിയുടെ ദൗത്യവുമായി പോവുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും മൈനാകം പറയുന്നത് കേൾക്കുന്നതായിട്ട് ആടുകയും തൻ്റെ ഭാഗം അഭിനയിക്കുകയും തന്നെ ചെയ്യുന്ന ഒരു സങ്കേതമാണ് ഈ കേട്ടാടുക. അതുപോലെ തന്നെ പകർന്നാടലുമുണ്ട്. പകർന്നാടലാണെങ്കിൽ മറ്റൊരാളുടെ ഭാഗം അഭിനയിച്ച് കാണിക്കുക തന്നെ ചെയ്യും. തെക്കൻ നരകാസുരവധത്തിൽ നരകാസുരനും നക്രതുണ്ടിയായിട്ട് പകർന്നാടുന്ന ഭാഗമാണ്. അതേ ഇത് തന്നെ വടക്കൻ രീതിയിലുള്ള നരകാസുരാവതരണത്തിൽ ഇത് കേട്ടാടുകയാണ് പതിവ്. അപ്പോൾ ഈ പകർന്നാട്ടവും കേട്ടാട്ടവും ഒരേ കാര്യം തന്നെയാണെങ്കിലും രണ്ട് രീതിയിൽ ചെയ്യുന്ന കാര്യമാണ്. അതായത് ഒന്ന് മറ്റേയാൾ പറയുന്നതായിട്ട് കേൾക്കുകയും തൻ്റെ ഭാഗം അഭിനയിക്കുകയും ചെയ്യുന്നു. മറ്റൊന്ന് രണ്ട് പേരായിട്ട് മാറി മാറി അഭിനയിക്കുന്ന, നമ്മൾ മോണോ ആക്റ്റിൽ ഒക്കെ ചെയ്യുന്ന ഒരാൾ തന്നെ രണ്ട് കഥാപാത്രങ്ങളെ അപ്പുറം ഇപ്പുറം മാറി മാറി നിന്ന് അവതരിപ്പിക്കുന്ന മോണോ ആക്ടിൻ്റെ അതേ തന്ത്രമാണ്, അല്ലെങ്കിൽ ഇതാണ് മോണോ ആക്ടിലേക്ക് പോയിരിക്കുന്ന തന്ത്രം. അപ്പോൾ അങ്ങനെ അതിനുശേഷം വീണ്ടും നമ്മൾ ഈ അടന്തവട്ടത്തിൽ ഈ പറയുന്ന ഒരു പ്രത്യേക കൊറിയോഗ്രാഫിയോടുകൂടി അങ്ങനെ ചുറ്റി വരുമ്പോഴേക്കും അടുത്തതായിട്ട് സുരസയെ കാണുന്നു. അപ്പോൾ സുരസയെ കണ്ടു കഴിയുമ്പോൾ സുരസ പറയുന്നത്, എനിക്ക് ഭക്ഷണം ആയിട്ട് നീ മാറണം. അപ്പോൾ ഹനുമാൻ പറയും, ഞാനിങ്ങനെ ശ്രീരാമസ്വാമിയുടെ ദൗത്യവുമായി പോവുകയാണ്, മടങ്ങി വന്നിട്ട് ഞാൻ നിനക്ക് ഭക്ഷണമായിക്കൊള്ളാം. അദ്ദേഹം ദൗത്യം നിർവഹിച്ച് അദ്ദേഹത്തോട് ആ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാനിവിടെ വന്ന് നിൻ്റെ ഭക്ഷണമായി മാറിക്കൊള്ളാം. പക്ഷേ സുരസ സമ്മതിക്കുന്നില്ല. സുരസ ഹനുമാനെ വിഴുങ്ങുവാൻ വേണ്ടിയിട്ട് വായ തുറക്കുന്നു. ആദ്യം ഹനുമാൻ അപ്പോൾ വലുതായി 10 യോജന വലുതാകുന്നു. അപ്പോൾ സുരസ 20 യോജനയായിട്ട് തൻ്റെ പുലർത്തുന്നു. അപ്പോൾ ഹനുമാൻ 30 യോജനയായിട്ട് തൻ്റെ ശരീരം വളർത്തുന്നു. അപ്പോൾ സുരസ 50 യോജനയായിട്ട് തൻ്റെ പുലർത്തുന്നു. അപ്പോൾ ഹനുമാന് മനസ്സിലാകുന്നു ഇങ്ങനെ പോയാൽ പറ്റില്ല. അദ്ദേഹം പെട്ടെന്ന് വളരെ ചെറിയ ഒരു കൃശകാത്രനായി സുരസയുടെ വായ്ക്കകത്തോട് കയറി ചെവിയിലൂടെ പുറത്തു വരുന്നു. അങ്ങനെ സംഭവിക്കുന്നതോടുകൂടി സുരസയ്ക്ക് മോക്ഷം കിട്ടുകയും, സുരസ ഒരു നാഗമാതാവാണ്, സുരസയ്ക്ക് നാഗമാതാവായി തിരിച്ച് ഹനുമാനെ പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് അയക്കുന്നത്. സുരസ തിരിച്ച് നാഗമാതാവായിട്ട് മാറി അനുഗ്രഹിച്ച് പോവുകയും ചെയ്തു. വീണ്ടും ഒരിക്കൽ കൂടി തിരിഞ്ഞ് വരുമ്പോഴേക്കും ഛായാഗ്രഹിണി പെട്ടെന്ന് തന്നെ ഇങ്ങനെ ആരോ പിടിച്ച് വലിക്കുന്നത് പോലെ തോന്നുന്നു. അപ്പോൾ ഛായാഗ്രഹിണി സിംഹിക എന്നും അതിൽ റെഫർ ചെയ്തിട്ടുണ്ട്. ഛായാഗ്രഹിണി ഒരു രാക്ഷസിയാണ്. രാക്ഷസി ഹനുമാനെ പിടിച്ച് ഇങ്ങനെ ആകാശത്തുകൂടി പോകുന്നവരുടെ നിഴല് പിടിച്ചു വലിച്ച് അവരെ താഴേക്ക് കൊണ്ടുവന്ന് ഭക്ഷിക്കുക എന്നുള്ളതാണ് ഛായാഗ്രഹിണിയുടെ രീതി. അങ്ങനെ ഹനുമാനെ പിടിച്ചു വലിച്ച് താഴേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ആ ഛായാഗ്രഹിണിയെ വധിച്ച് അവിടെ നിന്ന് ഹനുമാൻ ലങ്കയിലേക്ക് പോകും. ലങ്കയിൽ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ലങ്ക ഒന്ന് കണ്ട്, ലങ്ക അതിമനോഹരമായിരിക്കുന്നു, ഞാൻ ഉദ്ദേശിച്ചതിലും വളരെ ഗംഭീരമാണ് ലങ്ക എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കത്തിൽ ലങ്കയൊന്ന് വർണ്ണിക്കുന്നതാണ്. പിന്നെ കിടങ്ങുകൾ, ഗോപുരങ്ങൾ, അതുപോലെ തന്നെ വേലികൾ, ഇങ്ങനെ ലങ്കയുടെ പ്രത്യേകതകൾ ഓരോന്നോരോന്നായിട്ട് ഒന്ന് കണ്ട്, അങ്ങനെ കണ്ട് ഇനി ദേവിയെ കണ്ടെത്തുക തന്നെ, ഇതിനകത്തേക്ക് എങ്ങനെ പ്രവേശിക്കും എന്ന് പറഞ്ഞ് തൻ്റെ ശരീരം ചെറുതാക്കി അതിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുന്നിടത്താണ് ഈ രംഗം അവസാനിക്കുന്നത്. അടുത്ത രംഗം എന്ന് പറയുന്നത് ലങ്കാലക്ഷ്മി എന്ന് പറയുന്ന
ഒരു രാക്ഷസിയുടെ തിരനോക്കാണ്. സാധാരണ കരിവേഷം, നമ്മൾ നേരത്തെ നക്രതുണ്ടിയുടെയൊക്കെ ആദ്യ ഭാഗത്തുള്ള കരിവേഷം തന്നെയാണ്, പെൺകരി വേഷമാണ് ലങ്കാലക്ഷ്മിക്ക്. ഈ ലങ്കാലക്ഷ്മിയെക്കുറിച്ചൊരു കഥയുണ്ട്, അതുകൂടി പറയാം. ലങ്കാലക്ഷ്മി എന്ന് പറയുന്നത് അഷ്ടലക്ഷ്മികളിൽ ഒരാളാണ്. അഷ്ടലക്ഷ്മികൾ എന്ന് പറയുന്നത് ഒന്ന് ആദിലക്ഷ്മി, രണ്ട് ധനലക്ഷ്മി, പിന്നീട് ഗജലക്ഷ്മി. ഗജലക്ഷ്മി എന്ന് പറയുന്നത് മൃഗസമ്പത്താണ്. ഇതെല്ലാം നമ്മൾ എന്താ പറയുക, സമ്പത്തുകളാണ്, അല്ലെങ്കിൽ നമുക്ക് വേണ്ട ക്വാളിറ്റീസോ അല്ലെങ്കിൽ ഇതോ ആണ്. അപ്പോൾ ആദിലക്ഷ്മി എന്ന് പറയുന്നത് ആദ്യത്തെ ലക്ഷ്മി ദേവിയുടെ ആദ്യത്തെ രൂപമാണ്. പിന്നെ ധനലക്ഷ്മി, മൃഗലക്ഷ്മി, ഗജലക്ഷ്മി, പിന്നെ ആ കൂട്ടത്തിൽ വരുന്ന വിജയലക്ഷ്മി, പിന്നെ വിജയലക്ഷ്മിയുണ്ട്, വിദ്യാലക്ഷ്മിയുണ്ട്, വീരലക്ഷ്മിയുണ്ട്. അങ്ങനെ 8 ലക്ഷ്മി അവതാരങ്ങളുണ്ട്. അതിൽ വിജയലക്ഷ്മിയുടെ വിജയലക്ഷ്മിയാണ് ഈ ലങ്കാലക്ഷ്മിയായിട്ട് മാറുന്നത്. ഈ വിജയലക്ഷ്മി എന്ന് പറയുന്ന ഈ അഷ്ടലക്ഷ്മികളിൽ ഒരാളായ വിജയലക്ഷ്മി ബ്രഹ്മാവിൻ്റെ ഭണ്ഡാരം സൂക്ഷിപ്പുകാരിയായിരുന്നു. ബ്രഹ്മ രഹസ്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഭണ്ഡാരത്തിൻ്റെ സൂക്ഷിപ്പുകാരിയായിരുന്നു. അവിടെ ഒരു ശ്രദ്ധക്കുറവ് കാണിച്ചത് മനസ്സിലാക്കിയിട്ട് ബ്രഹ്മാവ് ശപിച്ച് ഇടുന്നതാണ്, നീ പാതാളത്തിൽ ഇവിടെ പോയി, ലങ്കയിൽ പോയി രാവണൻ്റെ കോട്ടകാവൽക്കാരിയായിട്ട് താമസിക്കുവാൻ ഇടവരട്ടെ, ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ്. അപ്പോൾ വിജയലക്ഷ്മി കരഞ്ഞ് പ്രാർത്ഥിക്കും, എനിക്ക് ശാപമോക്ഷം അല്ലെ ശാപത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണം. അപ്പോൾ ബ്രഹ്മാവ് പറയും, ഇല്ല, നൽകിയ ശാപം തിരിച്ചെടുക്കാൻ കഴിയില്ല, ഞാൻ ശാപമോക്ഷം ഉപദേശിക്കാം. ഏതെങ്കിലും ഒരു ദിവസം ഒരു വാനരൻ ലങ്കയിലെത്തി നിന്നെ അടിക്കും. ആ അടിക്കുന്ന ദിവസം നീ തിരിച്ച് വിജയലക്ഷ്മിയായിട്ട് മാറും. പക്ഷേ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലങ്കാലക്ഷ്മി ഇരുന്നിങ്ങനെ ആലോചിക്കുക. അങ്ങനെയാണ് ആ രംഗം തുടങ്ങുന്നത്. ലങ്കാലക്ഷ്മിയുടെ ഒരു തൻ്റെ ഇടാട്ടമുണ്ട്. ഈ തിരനോക്കി കഴിഞ്ഞാൽ ലങ്കാലക്ഷ്മി ഇരുന്നിങ്ങനെ ആലോചിക്കുകയാണ്, എനിക്കിങ്ങനെ, ഞാൻ നേരത്തെ പറഞ്ഞ കഷ്ടം, എനിക്കിങ്ങനെയൊക്കെ നേരത്തെ നമ്മൾ എനിക്ക് ഏറ്റവും സുഖം ഭവിച്ചു, അതെന്തുകൊണ്ടെന്നാണെങ്കിൽ ഇവിടെ തിരിച്ചാണ്. കഷ്ടം, എനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചുവല്ലോ, അതിന് കാരണമെന്ത്? ഞാൻ നേരത്തെ പറഞ്ഞ കഥ മുഴുവൻ ഇവിടെ ആടും. ഞാൻ പണ്ട് ബ്രഹ്മാവിൻ്റെ ഭണ്ഡാരം സൂക്ഷിപ്പുകാരിയായിരുന്നു. അവിടെ വെച്ച് ഒരു ദിവസം കൃത്യവിലോപം ഉണ്ടായതിനെ തുടർന്ന് ബ്രഹ്മാവെന്നെ ശപിച്ചിങ്ങോട്ടേക്ക് വിട്ടതാണ്. ഇനി ഒരു വാനരൻ ഇവിടെ വന്ന് എന്നെ താടിച്ചെങ്കിൽ മാത്രമേ എനിക്ക് ശാപമോക്ഷം കിട്ടൂ. ഈ മഹാബലവാനായ മനുഷ്യന്മാരോ ദേവന്മാരോ രാക്ഷസന്മാരോ പോലും എതിരിടാൻ മടിക്കുന്ന രാവണൻ്റെ കൊട്ടാരത്തിലേക്ക് ഒരു വാനരൻ വന്നെന്നെ താടിക്കുമെന്ന് കരുതാൻ കഴിയില്ല. എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയി എന്ന് വിലപിക്കുമ്പോഴാണ് ഹനുമാൻ പ്രവേശിക്കുന്നതും ഈ ഹനുമാനെ കണ്ടിട്ട് ഇതാ ഒരു വാനരൻ കടന്നു വരുന്നു എന്ന് കാണുന്നു. ഇവർ തമ്മിൽ കാണുന്നു. ഹനുമാൻ അങ്ങോട്ട് കുറേ കളിയാക്കുന്നു, ഈ രൂപം കുറേ കളിയാക്കുന്നു. ലങ്കാലക്ഷ്മി തിരിച്ച് ഹനുമാനെ വെല്ലുവിളിക്കുന്നു. ഒടുവിൽ ഹനുമാൻ ലങ്കാലക്ഷ്മിയെ അടിക്കുന്നു. അതോടുകൂടി ലങ്കാലക്ഷ്മി വിജയലക്ഷ്മി അല്ലെങ്കിൽ വിജയലക്ഷ്മിയുടെ ഇതിലേക്ക് വരുമ്പോൾ അവിടെ വിജയലക്ഷ്മി എന്നല്ല പറയുന്നത്, ലങ്കാശ്രീ എന്നാണ് പറയുന്നത്. ലങ്കാശ്രീയായിട്ട് മാറുന്നു. അതൊരു ഈ കറുത്ത കരിവേഷം പുറയിലേക്ക് പോയിട്ട് ഒരു മനോഹരമായ സ്ത്രീവേഷം, ഒരു സ്ത്രീയായി മാറി ഹനുമാനെ അനുഗ്രഹിച്ച് സീതാന്വേഷണം എല്ലാം മനോഹരമായി പര്യവസാനിക്കട്ടെ എന്ന് അനുഗ്രഹിച്ച് അവിടെ നിന്ന് പോകുന്നു. ഇവിടെ ഒരു ആട്ടക്കഥയിൽ അത്രയേ ഉള്ളൂ. പക്ഷേ രാമായണത്തിലാണെങ്കിൽ ലങ്കാലക്ഷ്മി സീത എവിടെയുണ്ട് എന്നുള്ള ഒരു സൂചന കൂടി ഹനുമാന് നൽകുന്നുണ്ട്. പക്ഷേ ആട്ടക്കഥയിൽ അതില്ല. സീതയെ കണ്ടെത്താൻ കഴിയട്ടെ എന്നനുഗ്രഹിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ലങ്കാശ്രീ ചെല്ലുന്നത് ശ്രീരാമൻ്റെ അടുത്തേക്കാണ്. ശ്രീരാമൻ ലങ്കാശ്രീക്ക് സത്യലോകത്തിലേക്ക് മോചിപ്പിച്ച് സത്യലോകത്തിലേക്ക് മോക്ഷം കൊടുത്ത്, അത് ഈ 14 ലോകങ്ങളിലുള്ളതിലൊരു ലോകമാണ് സത്യലോകം.
അത് സ്വർഗം, ഭൂമി, പാതാളം, ഇങ്ങനെ ഇതെല്ലാം കൂടെ ചേർന്ന് 14 ലോകങ്ങളാണുള്ളത്. അത് വേറൊരു ടോപ്പിക്കാണ്. അതിൽ സത്യലോകത്തിലാണ് ലേക്കാണ് ലങ്കാശ്രീയെ അയക്കുന്നത്. അത് ആട്ടക്കഥയിലില്ല. അപ്പോൾ അങ്ങനെ ലങ്കാശ്രീയെ ആ രംഗത്ത് അതിനുശേഷം ലങ്കാശ്രീ മാറുന്നു. ഹനുമാൻ അവിടെ സീതയെ അന്വേഷിച്ച് നടക്കുന്നു. അങ്ങനെ സീതയെ അന്വേഷിച്ച് പോകുന്ന ഹനുമാൻ രാവണൻ്റെ കൊട്ടാരത്തിലും എല്ലായിടത്തും സീതയെ അന്വേഷിച്ച് നടക്കുമ്പോൾ രാവണൻ്റെ കൊട്ടാരത്തിൽ അതിസുന്ദരിയായ ഒരു സ്ത്രീ കിടന്നുറങ്ങുന്നു. അപ്പോൾ ഇത് സീതയാണോ എന്ന് സംശയിക്കുന്നു. അങ്ങനെ സീതയാണോ എന്ന്, അത് മണ്ഡോദരിയാണ്, പക്ഷെ സീതയാണോ എന്ന് ഹനുമാൻ സംശയിക്കുന്നു. അതിന് കാരണം മണ്ഡോദരി എന്ന് പറയുന്നത് പഞ്ചകന്യകകളിൽ ഒരാളാണ്. രാമായണത്തിൽ നിന്ന് അഹല്യ, സീത, മണ്ഡോദരി, ഒരു 3 പേരാണ്. പിന്നെ അഹല്യ, സീത, മണ്ഡോദരി, താര. ഈ സീതയാണോ കുന്തിയാണോ എന്നൊരു സംശയമുണ്ട്. അങ്ങ് മാറി മാറി പറയാറുണ്ടെങ്കിലും ഇവർ 4 പേരും ഭാരതത്തിൽ നിന്ന് ദ്രൗപദിയുമാണ് പഞ്ചകന്യകൾ. അത്ര ശ്രേഷ്ഠയായ സ്ത്രീയാണ് മണ്ഡോദരി. സീതയാണെന്ന് ഹനുമാൻ തെറ്റിദ്ധരിക്കുന്ന വിധം ഐശ്വര്യമുള്ള സ്ത്രീയായിരുന്നു മണ്ഡോദരി. പക്ഷേ ഹനുമാൻ പെട്ടെന്ന് തന്നെ അവളിലൊരു വൈധവ്യ ദോഷം വൈധവ്യ ലക്ഷണം കണ്ടിട്ട് ഇത് സീതയല്ല, കാരണം സീതയ്ക്ക് വൈധവ്യം പറഞ്ഞിട്ടില്ല, അപ്പോൾ ഇത് മറ്റാരമാണ് എന്ന് പറഞ്ഞ് വീണ്ടും അന്വേഷിക്കുകയും ശിംശുപാവൃക്ഷ ചുവട്ടിൽ സീതയെ കാണുകയും ചെയ്ത് സീതയോട് തൻ്റെ വരവിനെ കുറിച്ച് പറയുവാൻ ശ്രമിക്കുന്ന സമയത്ത് വലിയ ശബ്ദം കേൾക്കുന്നു, പെരുമ്പറയുടെ ശബ്ദം കേൾക്കുന്നു, ഭൃത്യരുടെ ശബ്ദം കേൾക്കുന്നു. അദ്ദേഹം ഒരു വൃക്ഷത്തിന് മുകളിൽ കയറിയിരുന്നു കൊണ്ട് അതാരാണ് വരുന്നതെന്ന് നോക്കുമ്പോൾ രാവണൻ സീതയോട് പ്രേമാഭ്യർത്ഥന നടത്തുവാൻ വേണ്ടി അർദ്ധരാത്രി രാവണൻ അശോകവനികയിലേക്ക് എഴുന്നള്ളുന്നതാണ് കാണുന്നത്. ഈ എഴുന്നള്ളത്താണ് അടുത്ത രംഗം. അടുത്ത രംഗമാണ് അഴകിയ രാവണൻ്റെ പുറപ്പാട്, അല്ലെങ്കിൽ അഴകിയ രാവണൻ അശോകവനികയിലേക്ക് വരുന്ന ഭാഗം. കൂടിയാട്ടത്തിലാണെങ്കിൽ വലിയ ഉദ്യാനപ്രവേശം എന്ന് പറയുന്ന ഭാഗം, കഥകളിയിൽ അഴകിയ രാവണൻ്റെ പ്രവേശം. അതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയാം.